ആൾക്കാര് പറയണതുണ്ടല്ലോ, ആ, തനിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല എന്നാണ്. ആ. ഊമയാണെന്നാണ്, താൻ ഊമയാണെന്നാണ് ആൾക്കാർ പറയണത്. ഉമ്മയാണെന്നല്ല, ഊമയാണോ എന്ന് ചോദിക്കുക. ഊ- കാരണം ഊ- ഞാനല്ലല്ലോ സംസാരിക്കുന്നേ, താനാണല്ലോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് തനിക്ക് പറയാനുള്ളത്? ഞാൻ ഊമയല്ല. ഉമ്മയല്ല, സംസാരിക്കാനുള്ള സംസാരിക്കാൻ കഴിവുണ്ട്. കഴിവ് ഏതായാലും കിട്ടിയിട്ടുണ്ട്. വീഡിയോസിൽ താൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. തന്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. പിന്നെ ആളുകൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഉം. എവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളതെന്നല്ലേ. നമ്മൾ എവിടെ നിന്നാണ് ഉള്ളതെന്നാണ് മെയിൻ ആയിട്ട് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ താൻ തന്റെ സ്ഥലം പറഞ്ഞോ. താൻ പറ ആദ്യം. എന്റെ സ്ഥലം കോട്ടയം. കോട്ടയത്താണ് താമസിക്കുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരി. ഞാൻ എറണാകുളത്തുള്ള മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. മലയാറ്റൂര്, അങ്കമാലി, കാലടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നാണ് ഒത്തിരി പേര് ചോദിക്കുന്നത്. കമന്റിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിൽ, കമന്റിൽ വന്നില്ലെങ്കിലും ഇൻബോക്സ് തുറന്നാലും നിറയെ എങ്ങനെ വന്നു നമുക്ക് പക്ഷെ ഇമിഗ്രേഷൻ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. കാരണം ഒന്നാമത് ഞാൻ താനോ ബിസിയാണ്. അത് തന്നെയല്ല, ഞങ്ങൾ രണ്ടുപേരും ഇതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിന്റെ വലിയൊരു കാര്യമാണ്. ആ കാര്യം അതിന് വേണ്ടിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ കാണുക. കൺസൾട്ടേഷൻ ഒരിക്കലും ഫീ ഉണ്ടാവില്ല. അപ്പൊ അവര് പറഞ്ഞു തരും എങ്ങനെയാണത് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രൊഫൈലിന് പറ്റിയ രാജ്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അവര് പറഞ്ഞു തരും. മെസ്സേജ് അയക്കുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഒത്തിരി പേര് ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്നാണ്. വലിയ ഇവിടെ സ്റ്റുഡന്റ് വിസയിലാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. ഞാൻ വലിയുടെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ വലിയ ആൾക്കാർ ചോദിക്കുന്നത് തന്റെ പേരാണ്. വല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, തമിഴത്തിയാണോ എന്നാണ് ആൾക്കാർ തമിഴ്ക്കാരിയാണെന്നൊക്കെ ഉള്ള കമന്റ് ഒക്കെ ഞാൻ കണ്ടു. ഫുൾ നെയിം എന്താണ്? വല്ലിബായ്. വല്ലിബായ്. അതും കൂടി കേട്ട് കഴിയുമ്പോ പേരിന്റെ പുറകിലെ കഥ എന്താ, അതാണ് ആൾക്കാർക്ക് അറിയാനായിട്ട് വേറൊരു ക്യൂരിയോസിറ്റി ഉള്ള കാര്യം. ഇതിന് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പേരിന്റെ പുറകിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഒരു നല്ല ഭംഗിയുള്ള പേര് കിട്ടിയപ്പോ അങ്ങ് ഇട്ടു, അത്രേ ഉള്ളൂ. അതെ, ഒരു പേര്. പക്ഷെ അതൊരു വെറൈറ്റി പേരായി പോയി. അത് കേരളത്തിലെ ലേഡീസിന് ഒത്തിരി പേർക്കൊന്നും ഇല്ലാത്തൊരു പേരായി പോയി. അപ്പൊ നാളെ കാണാം. അപ്പൊ ബാക്കി നാളെ. ആൾക്കാര് പറയണതുണ്ടല്ലോ, തനിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല എന്നാണ്. ഊമയാണെന്നാണ്, താൻ ഊമയാണെന്നാണ് ആൾക്കാർ പറയണത്. ഉമ്മയാണെന്നല്ല, ഊമയാണോ എന്ന് ചോദിക്കുക. കാരണം ഞാനല്ലല്ലോ സംസാരിക്കുന്നേ, താനാണല്ലോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് തനിക്ക് പറയാനുള്ളത്? ഞാൻ ഉമ്മയല്ല, സംസാരിക്കാനുള്ള കഴിവ് ഏതായാലും കിട്ടിയിട്ടുണ്ട്. വീഡിയോസിൽ താൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, തന്റെ സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. പിന്നെ ആളുകൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ, എവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളതെന്നല്ലേ. നമ്മൾ എവിടെ നിന്നാണ് ഉള്ളതെന്നാണ് മെയിൻ ആയിട്ട് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ താൻ തന്റെ സ്ഥലം പറഞ്ഞോ. താൻ പറ ആദ്യം. എന്റെ സ്ഥലം കോട്ടയം. കോട്ടയത്താണ് താമസിക്കുന്നത്. കോട്ടയം ചങ്ങനാശ്ശേരി. ഞാൻ എറണാകുളത്തുള്ള മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. മലയാറ്റൂര്, അങ്കമാലി, കാലടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നാണ് ഒത്തിരി പേര് ചോദിക്കുന്നത്. കമന്റിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിലും ഇൻബോക്സ് തുറന്നാലും നിറയെ എങ്ങനെ വന്നു നമുക്ക്. പക്ഷെ ഇമിഗ്രേഷൻ റിലേറ്റഡ് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. കാരണം ഒന്നാമത് ഞാൻ താനോ ബിസിയാണ്. അത് തന്നെയല്ല,